സാറേ, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ഡിസംബറിന് ശേഷമാണ്. ഡിസംബർ മുതൽ അവരെ എക്സാം വരെയുള്ള ആ ഒരു 4 മാസമാണ് അവൻ്റെ റാങ്ക് തീരുമാനിക്കുന്ന വളരെ ക്രൂഷ്യൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്, അല്ലേ? അത് ശരിക്കും സത്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡിസംബറിന് മുമ്പ് നടക്കുന്ന ഡെയിലി ടെസ്റ്റുകളോ അല്ലെങ്കിൽ വീക്ക്ലി ടെസ്റ്റുകളോ ആയാലും ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ 2-3 ചാപ്റ്റർ മാക്സിമം അതൊരു കുട്ടി എത്രത്തോളം ഇൻഡെപ്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ചാപ്റ്ററിലുള്ള ആ ഒരു ബേസിക് നോളജ് മാത്രമാണ് അളക്കപ്പെടുന്നത്. എന്നാൽ ഡിസംബറിന് ശേഷം നടക്കുന്ന എക്സാമുകളാണ് ശരിക്കും ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു എക്സാമുകൾ വരുമ്പോഴാണ് ആ ഒരു കോമ്പീറ്റൻസിയും ആ ഒരു സംഭവം ശരിക്കും വർക്ക് ചെയ്ത് തുടങ്ങുക. അവിടെയാണ് ഒരു എക്സാം വിന്നിങ് എന്നൊരു സ്റ്റേറ്റിലേക്ക് ഒരു കുട്ടി വളരുന്നത്. നമുക്ക് തന്നെ അറിയാലോ, ഒരുപാട് കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ബാച്ച്മേറ്റ്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് എനിക്കറിയാം. വളരെ ബാക്കിൽ നിന്ന ആളുകൾ അവസാനമായപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കയറി വരും. നമ്മൾ തന്നെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച 3-4 കുട്ടികളുണ്ടായിരുന്നല്ലോ. നമ്മൾ തീരെ റാങ്ക് എക്സ്പെക്ട് ചെയ്യാത്ത 3-4 കുട്ടികൾ. പക്ഷേ അവർ ഡിസംബറിൽ ടോപ്പിക്കൊക്കെ കഴിഞ്ഞ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരിങ്ങനെ റാങ്ക് പതുക്കെ പതുക്കെ ഉയർത്തി കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. റാങ്ക് ഉയർത്തി കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് വാങ്ങുക എന്നുള്ളതായിരുന്നല്ലോ അവരുടെ ഒക്കെ ലക്ഷ്യം. അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരു ടോപ്പ് റാങ്കിലേക്കൊന്നും അവർ എത്തിയിട്ടില്ലെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSൽ അഡ്മിഷൻ വാങ്ങുക എന്നുള്ള ആ ഒരു ഡ്രീം എന്ത് ചെയ്യാൻ പറ്റി? ആദ്യ മാസങ്ങളിലൊക്കെ പിന്നിൽ നിന്നിരുന്ന കുട്ടിയൊക്കെ എത്താൻ പറ്റി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം ഈ അവസാന മാസങ്ങളാകുമ്പോഴേ ഇപ്പൊ എനിക്കറിയാം, ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥ ഉണ്ട്. ഭയങ്കര സീനാണ്. ഇപ്പൊ എനിക്ക് 38 റാങ്കിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കാറുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒരു ബെറ്റർ റിസൾട്ട് ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വരുത്തുന്ന നമ്മുടെ ചെറിയ മിസ്റ്റേക്കുകൾ അത് നമുക്ക് കൊടുക്കേണ്ട വാല്യൂ, ഇമ്പാക്ട്, അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കര വലുതായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പറായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു എന്താ പറയുക ഒരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമ്മുടെ റിസൾട്ടിൽ വരുന്ന മാറ്റവും ഭയങ്കര വലുതായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസ് ഈ ഒരു 4 മാസം എങ്ങനെയാണോ അവർ യൂട്ടിലൈസ് ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഈ വർഷത്തെ നീറ്റിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഒരു വെബിനാർ ജനുവരി 2 വൈകിട്ട് 8:30 മണിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യും. യെസ്, നാളെ വൈകിട്ട് 8:30 മണിക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യാസീൻ സാർ ഉണ്ടാകും, ഞാൻ ഉണ്ടാകും, അജാസ്കി ഉണ്ടാകും, നമ്മുടെ പ്രൈം ഫാക്കൽറ്റീസ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് നാളത്തെ വെബിനാറിൽ നമുക്ക് സെറ്റാക്കി എന്താ പറയുക ക്ലിയർ ആക്കി തരും നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും തന്നെ നാളെ 8:30 എത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി. കാരണം ഒരു കാര്യം മറന്നു, വെബിനാറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്കിൽ കയറി കോൺടാക്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ബൈ.